എന്നെ കാണുമ്പോ എല്ലാ ആൾക്കാരും പറയും ചെറിയ ചെക്കനോട്ടുണ്ട്, മുടിയും കൂടി മുറിച്ചിട്ട് അടക്ക പോലെ ആൾക്കാർ മംഗലം കഴിക്കുന്ന എന്തിനാ? പുതിയ കുടുംബങ്ങളായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ. ഇവരെന്തിനാ മംഗലം കഴിക്കുന്നത്? എനക്കറിയില്ല. മംഗലം ഇവരെയാണ് കഴിക്കുന്നത്, ഇവര് മംഗലത്തിനാണ് കഴിക്കുന്നത്. കുറച്ച് പെരാന്തമാറ മംഗലം കാണാൻ മംഗലം കഴിക്കുന്ന അന്ന് തന്നെ ഒരു അടി ഉണ്ടാക്കണം. അതാണ് ഇവിടെ ഒരു മംഗള രീതി. അമ്മയമ്മ എന്തോ പാലങ്കനം കൊടുത്തതാ, അത് സന്തോഷത്തോടെ മായച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആവശ്യമില്ലാണ്ട് തട്ടി അമ്മായിയമ്മ അപ്പം തന്നെ എടുത്ത് മേത്തങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. കോഴിപ്പാടത്ത് ചാക്കി കെട്ടി കൊടുത്തേക്കുന്ന മംഗലം കഴിപ്പിച്ച് വിടുന്നതന്നെയല്ലേ ഇത്. എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഉറങ്ങിയിടിച്ചവിടെ തന്നെ ഇവരെ മറ്റേ ശർവാണിയും പെണ്ണിനെ സാരി ഉടിപ്പിച്ചിട്ട് നേരെ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് ഒന്നും അറിയാണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് മൊത്തം എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പെരുന്നാക്ക് മൂരിനെ അങ്ങനെ ഇറക്കാൻ കൊണ്ടുവന്നോ അല്ല കാറിൽ കയറ്റിട്ട് കൊണ്ടുവന്ന് കളവനല്ല കുയില് കാല് കിട്ടി വെക്കാൻ ആയിക്കല്ലോ. ഇപ്പളാ കല്യാണം കഴിക്കുന്നേ. അത് പിന്നെ പെണ്ണ് കിട്ടാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. പക്ഷെ നോർത്തില് കളവന്മാർക്കും പെണ്ണ് കിട്ടും. അത് കിടിലം പോത്ത പെണ്ണ്. ഈ നല്ല ചെക്കന്മാർക്ക് ഒരിക്കലും പെണ്ണ് കിട്ടൂല. ഒരിപ്പോഴും നരച്ച് പൂതലിച്ച് പണ്ടാരണിയിട്ട് നടക്കുന്നുണ്ടാവും. അന്നേരം ഇവര് വിചാരിക്കൂ നല്ലതായോണ്ട് കുറച്ച് ബാഡ് ആവാന്ന്. എന്നിട്ട് നിങ്ങൾ ബാഡ് ആവും. പക്ഷെ ബാഡ് ആയാലോ പിള്ളേരും പെണ്ണ് കിട്ടൂല. അനക്കും നമ്മൾ ജനറ്റിക്കലി തന്നെ ബാഡായിട്ട് ജനിക്കണം തോന്നുന്നു, എന്നാലേ പെണ്ണ് കിട്ടുള്ളൂ. കല്യാണ പെണ്ണും കല്യാണ ചെക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ആക്കാം. മംഗളത്തിന്റെ അന്ന് തന്നെ അടി കഴിയണം എങ്ങനെയെങ്കിലും. അനക്ക് ആ ബന്ന് തരുമ്പോ വായി തുറന്ന് തിന്നാൽ എന്താ? ഒരുത്തനാണെങ്കിൽ തിന്നാൻ കൊടുത്താൽ അണ്ണാക്ക് ഓർക്കുന്നില്ല, മറ്റോളാണ് ഓനെ കൊണ്ട് തിന്നിപ്പിക്കണം എന്നുള്ളത് ഉന്തി കയറ്റി കൊടുക്കും. ഇത് നോർത്താണോ എനിക്കറിയില്ല, പക്ഷെ ഇവരില്ലേ, ഇവർ ഇഷ്ടത്തോടല്ല കല്യാണം കഴിക്കുന്നതെന്നാണ് എന്റെ ഒരു ഇത്. എനിക്കൊന്ന് ഇവര് രാവിലെ സാധാരണ ഉറങ്ങിയിരിക്കുമ്പോ അപ്പം തന്നെ ഇന്ന് കല്യാണം കഴിക്കാം, ഇന്ന് ഇന്റെ കല്യാണം, അപ്പം തന്നെ ഒരു പെണ്ണിനെ സെറ്റ് ആക്കുന്ന, അപ്പം തന്നെ മണ്ഡലം ഉറക്കുന്ന, അപ്പം തന്നെ കല്യാണം കഴിപ്പിക്കുന്നു. ഫണ്ണിന് വേണ്ടിട്ടാ ചെയ്യുന്നതെന്ന് പറയരുത്, അടിച്ച് ചേപ്പിനാ പറയൂ. മംഗലത്തിന്റെ അന്ന് നിന്റെ തന്ത ചത്ത. ഇത് മംഗലപ്പുരയാണ് അല്ലെങ്കിൽ മരണ വീട. അവളെ കരച്ചിലണ്ടിട്ട് ആരെ ചത്ത പോലെ ഉള്ളത്. സത്യമായിട്ട് എനിക്കറിയില്ലേ മംഗലം കഴിക്കുന്നത് പറയുമ്പോ ഒരു കൊല്ലാൻ കൊണ്ടുപോകുന്നത് മറ്റേ വിചാരിക്കുന്നേ. ഇവിടെ അലർച്ചയും കരച്ചിലും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവര് മംഗലം കഴിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യമുണ്ട്. ഇവർ അറിയുന്ന ആൾക്കാരല്ലേ വിളിക്കുന്നത്, ഇവർ അറിയാത്ത എല്ലാ നാട്ടുകാരെ മൊത്തം വിളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ആ പഞ്ചായത്തിൽ ഇവർക്ക് മംഗലത്തിലെ കുടുംബക്കാർ ഒഴിച്ചിട്ട് ബാക്കി അറിയാത്ത മൊത്തം ആൾക്കാർ ആ മംഗലപ്പുറക്ക് വരുന്നുണ്ട്. എന്നിട്ട് മംഗലം കഴിക്കുന്ന കറക്റ്റ് സമയത്ത് ആരെങ്കിലൊക്കെ എന്തെങ്കിലും അടി ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും. എന്നിട്ട് മാക്സിമം മംഗലം മുടക്കാൻ നോക്കും. എന്നാ പോട്ടെ, മംഗലം കഴിക്കുന്ന ചെക്കനും ചെറുക്കനും എന്തെങ്കിലും സന്തോഷം വേണ്ട, അതും കാണുന്നില്ല. മംഗലത്തിന്റെ അന്ന് ഔറ കാണിക്കുന്ന ആൾക്കാരെ കാണിച്ചു തരട്ടെ. എന്തോ അത് നേരെ ഒന്ന് ഫോട്ടോ എടുത്തോടാ തള്ള. എനിക്ക് കണ്ടിട്ട് രണ്ടു ഇടയിൽ പോയിട്ട് അവര് മറ്റെന്തോ വലിയൊരു സെലിബ്രേഷൻ ആയിട്ടാണ് തോന്നി ഈ മംഗലം കാണുന്നത്. നമ്മൾ എവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവല് ഫാഷൻ ഷോ ഒക്കെ പോലെ തോന്നി അവരെ മംഗലം കാണുന്നതെന്ന് തോന്നുന്നു. അവിടെയുള്ള ആരെങ്കിലും മംഗലം കഴിക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത എല്ലാ ആൾക്കാരും വരും. മംഗലം കഴിക്കാൻ ഇരുന്ന ആൾക്കാരെ സ്റ്റേജിന്റെ മണ്ടയിൽ കയറും. എന്നിട്ട് ഇവര് മെയിൻ ആവും. എന്നിട്ട് ഔറ പോയിട്ട് ആക്കൂറ പോലും ഇല്ലാത്ത കുറെ എണ്ണം. അറിയില്ല ഇവളെല്ലാം മനസ്സിൽ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാന്ന്. ഓ കണ്ണട, ഓ ഞാൻ സീനിൽ ലുക്ക്, ഓ ഞാൻ അട്രാക്ട്, ഞാൻ മംഗലത്തിലെ മെയിൻ, എല്ലാ ആൾക്കാരും എന്നെ മാത്രമേ നോക്കുള്ളൂ, ഞാൻ മെയിൻ. ചിരി വരരുത്, എനിക്ക് ചിരി വരരുത്. ഇതെല്ലാം എന്ത് മംഗല ഇത്? ഇതെല്ലാം എന്നാലും ഓക്കെ. ഒരു മംഗലത്തിന് പന്തലിടാൻ തന്നെ എന്തോരം പൈസ ഉണ്ട്. ഇത്രയും പൈസ ചെലവാക്കിട്ട് മംഗലം കഴിക്കുന്നു, പക്ഷെ ആ സന്തോഷം ഇവർക്കായിരിക്കും കാണുന്നില്ല. പക്ഷെ അവിടെ അടി ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷം കാണുന്നു. രണ്ടിനെ നടുവിലിരുന്നിട്ട് അയക്കൂറ കാണിക്കുന്ന വേറൊരു കണ്ണടയിലിട്ടിട്ട് ഇവിടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിചാരിക്കുന്നുണ്ടാവും. ഓ സീരിയൽ ലൂക്ക് എന്ന് പറയുന്നില്ല.
എന്റെ മോനെ. ഇതെല്ലാം ഔട്ട് ഓഫ് ഫാഷനായി. മംഗല പെണ്ണിന്റെ സാരിക്ക് തീ കൊടുക്ക്. ഇതെല്ലാം ഇപ്പൊ കളിക്കുന്നത്. ആ ക്രിയേറ്റിവിറ്റി കൂടിയ കഴിവേറിയുടെ ഫോട്ടോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങളും ആകാംക്ഷിക്കുന്നില്ലേ? എനിക്കത് കിട്ടിയില്ല, അല്ലെ ഞാൻ കീറിയാന്. എന്റെ അമ്മൂമ്മന്റെ പേപ്പർ തീ കൊടുക്കല്. വെഡിങ് ഫോട്ടോഷൂട്ടോടാ ഇത്. പേപ്പർ തീ കൊടുത്തിട്ട് കഴിവേറി. എല്ലാ മോഡലിൽ പ്രാന്തന്മാരും ഈ മംഗലത്തെ സമയത്ത് ഉണ്ട് കേട്ടാ. അമ്മായി അച്ഛനും അടി ഉണ്ടാക്കുന്ന മറ്റേ കുറെ എണ്ണോ, പിന്നെ ഫോട്ടോഷൂട്ടിന്റെ ആൾക്കാർ വേറെയോ, പിന്നെ അതിന്റെ ഇടക്ക് വന്നിട്ട് ഇതാക്കുന്ന വേറെയോ. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പറയും ഇതൊരു പെരാന്തന്മാര മംഗലമാണ്. BSNL ടവറിലുണ്ടല്ലോ, റേഞ്ച് കിട്ടുന്നുണ്ടോ? കറങ്ങുന്നുണ്ട്, നല്ല റേഞ്ച് കിട്ടുന്നുണ്ടോ? ഫ്രീ വൈഫൈ. ഇതെങ്ങനെ കറങ്ങുന്ന? മോട്ടർ വെച്ചിട്ടാ? ഇതെന്നായി കാണിക്കുന്നേ? എന്താ ഉദ്ദേശിക്കുന്നേ? കാര്യമായിട്ട് എന്തെല്ലാം ഉദ്ദേശിക്കുന്നേ? പക്ഷെ ഒന്നും നടക്കുന്നില്ല. എനിക്ക് കയ്യെല്ലാം തരിക്കുന്നു, എനിക്ക് പല്ല് കടിക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നു. അതിപ്പോ ഞാനാണെങ്കിലും ഇങ്ങനെയല്ല, എന്റെ മുമ്പ് പൈസ എല്ലാം ബെൽച്ചെറിക്കണേ ഞാനും പെറുക്കും. അപ്പൊ പിന്നെ ഇവിടെ ഞാൻ മറ്റേ സ്റ്റാൻഡേർഡ് ഞാൻ നോക്കത്തില്ല. പൈസ ഇങ്ങനെ എറിയുന്നതിനെ പെറുക്കാൻ വേണ്ടിയില്ല എറിയുന്ന, പെറുക്കണ്ടേ. പിന്നെ അത് നീ ചെയ്ത് നല്ലതാടാ. അമ്മായിപ്പം മരുമോന് ചെറുതായിട്ട് കൊഞ്ചിച്ചതാ. മരുമോൻ കേരി മൂടൽ അടിച്ച് ബെൻഡാക്കി. അത് ചോദിച്ചു വാങ്ങിച്ചത്, വെറുതെ ട്രിഗർ ആക്കുവാണ്. പക്ഷെ ഇവർക്കെല്ലാം എങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് റേസ് ആകുന്നത്? മംഗലാന്നുള്ള ബോധം ഇവർക്ക് വിവരമൊന്നും ഇല്ലല്ലേ? ഇതൊക്കെ വെച്ചോക്കോ നമ്മളെ നാട് എത്ര ബെറ്റർ ആടാ. അതായത് വിളിക്കാത്ത മംഗലത്തിന് വന്ന ഏതോ ഒരു കണ്ണാപ്പി എന്തോ കാര്യമായിട്ട് കാണിക്കാൻ പോകുന്നുണ്ട്. എന്റെ തന്തയുടെ പേരാ തോന്നിയത്. ഞാൻ വന്നതിന് അറിയിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുത്തതാ. തന്ത വിളിച്ചിട്ടാ വന്നേന്നുള്ളത്. കുളത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവണിച്ചിട്ട് ദേഷ്യം പിടിക്കുന്നു. ഇയാളെ തുള്ളലാണ്ടായിരിക്കും ഇയാളെ മംഗലായിന്, ഇയാളെ മോളെ മംഗലാണ് അതിന്. പ്രായത്തിൽ നല്ല ആരോഗ്യമുണ്ട് അടുത്ത ആൾക്കാർക്ക് അല്ലേ? പക്ഷെ വിവരം ബുദ്ധിയില്ല. ആഘോഷാന്ന് മാത്രം പറയരുത്, അരട്ടള ഇതാണ്. ആ അടി എടുത്തെറി, വലിച്ചടിക്ക്. ആ ചുക്കാമണയിലെ പിടിച്ച് വലിക്ക്, കൊല്ല്. ആ നീ ജയിച്ചു മോനെ. എല്ലാം മംഗലത്തിന് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് അടിച്ചിട്ടേ വരുന്നത്. എന്റെ കിളി പോയിട്ട് മംഗലപ്പുരയിലെ WWE. ഇത് റൈമ സ്റ്റേഡിയോ, മറ്റേത് അണ്ടർടേക്കറും. ഏതെങ്കിലും ഒരുത്തനാണെന്ന് ഒരുത്തനെ മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല അടിയായിട്ടുണ്ടായേനെ. ഭാഗ്യത്തിന് രണ്ടാളും മറിഞ്ഞ് വീണിക്കില്ല. ഇത് പെണ്ണിന്റെ ആളിയെ, ഇത് സെക്കൻഡ് ആളിയെ. മംഗലം കഴിക്കുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് മംഗലം മുടക്കണല്ലേ? എന്തോ ഒരു പ്രത്യേക സ്വഭാവമല്ലേ ഇവരെ? ഈ വീഡിയോന്റെ ഫുൾ ഉണ്ടായിരുന്നു. ആ ചെക്കന്റെ കൈമ കൊടുത്താൽ തോക്കില്ലേ, പൊട്ടിയാണ്ടാ നിങ്ങള്. ഓ ഞെക്കിയ സാധനം പൊട്ടിത്തെറിച്ച്. സാധാരണ അതിൻ്റെ ഉള്ളിൽ പൂക്കിട്ട് വെച്ചുന്ന സാധനമല്ലേ വേണ്ടേ? അതിന് പകരം അവിടെ മംഗലപ്പുറക്കുള്ള ആരുള്ള ആൾക്കാർ ചെക്കന് പണി കൊടുക്കുന്ന പറഞ്ഞാൽ അതിന്റെ അകത്ത് ബോംബ് വെച്ച് കൊടുത്തു. നല്ല പച്ച ബോംബില്ലേ, ഞെക്കിയവിടെ സാധനം പൊട്ടി. അത് പേടിച്ചിട്ട് ഓളി ഞെക്കിട്ട് ആ സാധനം വന്നപ്പോ തന്നെ എടുത്ത് ചാടിയത്. ബോംബൊക്കെ കൊടുത്തിട്ടാണ് പ്രാങ്ക് ചെയ്യുന്ന മംഗലത്തിന്റെ അന്ന്. കൊല്ലണോ എനിക്ക് അവരാ? കൊല്ലുവാണോ നിങ്ങള്? മംഗലത്തിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് ചരമവും വേണോ? മരിക്കണോ അവര്? നല്ല സമാധാനാവും. ആകെ എലി പോലെ ഉള്ളു. എന്നിട്ട് ഓളെ ശൂരത നോക്കിയേ. കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനത്തെ ഇവളെ അവൻ കിട്ടുന്നേ. ഈ കിട്ടിട്ട് എങ്ങനെ ജീവിക്കൂ? എങ്ങനെ ജീവിതം പോവും? കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഡിവോഴ്സ് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ഇൻഷുറൻസ് വല്ലതും കിട്ടുമോ? അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇനി മംഗലം കഴിക്കുന്നത്. ഈ മംഗലം കഴിച്ചിട്ട് അപ്പം തന്നെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഇത്ര ലക്ഷം ഉറുപ്പിക ഇൻഷുറൻസ് എല്ലാം കിട്ടും. അതിന്റെ ഇനി എന്തെങ്കിലും ആണ് ഇത്. തിന്നാൽ തന്നെ പെരയുടെ അടക്കം കൊടുത്ത് അപ്പം തന്നെ ഫുഡ് അടക്കം നോക്കിയിട്ട്.
എന്നൊരു പണി ഓളെ അണ്ണാക്കിൽ ക്യാമറ വെച്ചിട്ട് എൻഡോസ്കോപ്പ് ചെയ്യുന്നാല് എനിക്ക് കുറച്ചുകൂടി വൈൽഡ് ഫോട്ടോഗ്രാഫ് കിട്ടും. മൂക്കി കയറ്റിട്ട് മൂക്കട്ടെയാണ് നീ ഫോട്ടോ എടുക്കുന്നേ. പെണ്ണും ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നു തീ വെച്ചിട്ട് മംഗലത്തിന്റെ അന്ന് തന്നെ. ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ട് മംഗലം കഴിക്കുന്ന തന്നെയാ അല്ലെ? എന്തോ മംഗലത്തിന്റെ ഇവരെന്തോ ഇതെന്തൊരു ട്രെൻഡിങ് ടൈപ്പ് ഓഫ് എന്തോ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇവർ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് മംഗലിലെ ടൈപ്പ് ഓഫ് ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റാത്തവരോട് ചോദിക്കുക, ഇത്രയും ബഡ്ജറ്റ് വർക്കിയിട്ട് ഇങ്ങനെ ഒരു ഫണ്ണായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എനിക്ക് അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു മംഗലം കഴിക്കാൻ 14 ലക്ഷം ഉറുപ്പ്യ വേണം. അത് വെച്ച് നോക്കുമ്പോ അവിടെ പൂക്കുറ്റി പോലത്തെ സാധനം അതിലൊന്നും തന്നെ തീ അവളെ മൂട്ടത്തെ വെച്ചിട്ട് കത്തിക്കുന്നേ. അല്ലേ ഈ ബുദ്ധി വിവരമില്ലാത്ത ഇവന്മാര് കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കാം അങ്ങോട്ടേക്ക്? എനിക്കറിയില്ല ഇവരെന്തിനാ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കിട്ടുന്ന ദിവസം ഇവരെന്താ കാണിക്കുന്നതെന്ന് അറിയില്ല. ഇനി കിട്ടി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പെണ്ണും ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തീ വെച്ച് കത്തിക്കുന്നു. മണ്ണാനും കൂടി ഒഴിക്കി കാന്നാളും കൂടി കത്തിക്ക അങ്ങോട്ട്. സമാധാനാവട്ടെ നിങ്ങൾക്കല്ലോ. പെരാന്തമറ മംഗലം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ പാർട്ട് 2 ആണ്. കമന്റ് ചെയ്യണം കേട്ടോ. ഇന്നും കുറെ പെരാന്തമറ മംഗലം ഉണ്ട് ടൈമിൽ. ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് റിയാക്ട് ചെയ്ത്. ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് കിടിലൊരു സാധനം ഉണ്ടാക്കി തരാം. കമന്റ് ചെയ്താൽ മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്ത ഇടയ്ക്കണം. ഓക്കെ ബൈ.